നോക്ക് അവിടെ ഒരു പെണ്ണ് നിക്കണ്. ഓളാരാ മദാമേ? എന്താ ഓളെ വിചാരം? ഓളൊരു വെൽപ്പല്ലാത്ത കുപ്പായും ഇറക്കല്ലാത്ത പാൻറ്റും. നിങ്ങളൊന്ന് പതുക്കെ പറയ്. നിങ്ങളെ കുടുംബശ്രീത്തെ സ്വഭാവം ഇവിടെ എടുക്കല്ലേ. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് ശരി, ജോള ഭംഗി നോക്കിയിരുന്നല്ലേ. എന്റെ ബാപ്പാടെ സ്വഭാവം തന്നെ അനക്കും. ആ ഡ്രസ് അവർക്ക് നന്നായി ചേരുണ്ടല്ലോ. അവർക്ക് നല്ല ബോഡി ഷേപ്പാണ്. ഇതാണോ ബോഡി ഷേപ്പ്? കൊള്ളിക്കോല് പോലെ ഉണ്ട്. ഇത് കൊള്ളിക്കോലല്ലമ്മ, ഇതാണ് സ്ലിം ബ്യൂട്ടി. ഓ, ഒരു സീലിംഗ് ബ്യൂട്ടി. ഈ ഡ്രസ് ഞാനിട്ടാലേ ഇതിലും ഭംഗിണ്ടാവും. പിന്നെ ഇങ്ങളിട്ട നല്ല കോലുണ്ടാവും. ഈ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ബോഡി ആവണം. എന്റെ ബോഡിക്ക് എന്താടി ഒരു കുഴപ്പം? ഏയ്, ഒരു കുഴപ്പമില്ല. ഓൾക്ക് ആ മുടിയെങ്കിലും ഒന്ന് കെട്ടി വെച്ചൂടെ? ഓളൊരു കാപ്പി മുടിയും ചോത്ത ചുണ്ടും. നിങ്ങള് നാട്ടുകാരെ കുറ്റം നോക്കിയിട്ട് ഓല കഴിഞ്ഞ തല്ല് വാങ്ങണ്ട. ഇത് ടൗണാണ്, അല്ലാതെ നിങ്ങളെ കുടുംബശ്രീന്റെ മീറ്റിംഗ് അല്ല. ഹാവു, ഭാഗ്യം ആ ചേച്ചി പോയി. ഇല്ലെങ്കിൽ അതിനെ പിടിച്ച് നിങ്ങൾ തിന്നിട്ടുണ്ടാവും. ഹായ് ഹൂയ്, ഹായ് ഹൂയ്, ഹായ് ഹൂയ്. ഹേ, ഇതെന്താ സർക്കസോ? മജീദേ, കുൽസോ, വേഗമായോ? എന്താടി വിളിച്ചു കൂവണത്? അതൊക്കെ ഉണ്ട്, ഇവിടെ വന്നോക്ക്. ഇതെന്താ അമ്മക്ക് പ്രാന്തായോ? പ്രാന്ത എന്റെ വാപ്പാക്ക്. ഞാനൊന്നേ എക്സസൈസ് ചെയ്തിട്ട് സീലിംഗ് ബൂട്ടി ആവാൻ നോക്കാണ്. സീലിംഗ് ബൂട്ടി ആയിട്ട് വേണം ഇക്കും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഒന്ന് ഇടാന്. ഇങ്ങള് സ്ലിം ബ്യൂട്ടി ആയതന്നെ 2 ദിവസം എക്സസൈസ് ചെയ്യുമ്പോ അതിന് ആംബുലൻസ് വിളിക്കാരാവും. അതൊന്നുമില്ല, നിങ്ങൾ കണ്ടോളി. ഞാനിത് നിർത്താതെ ഒരു 6 മാസെങ്കിലും ചെയ്യും. എനിക്ക് യോഗാസനം കൂടി തുടങ്ങണം. യോഗാസനത്തിൽ നിങ്ങൾ ശവാസനം മാത്രമേ ചെയ്യലുണ്ടാവുള്ളൂ. അതാവുമ്പോ വെറുതെ ഇങ്ങനെ കിടന്നാ പോരെ. നിങ്ങളിനെ തളർത്താൻ വന്നതാണോ? സ്വന്തം തള്ളേ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിനൊരു മോശം തരില്ലേ വേണ്ടത്. മോശനോ? അല്ല, നല്ല കാര്യം ചെയ്യണവർക്ക് നമ്മൾ എന്തോ ഒരു സാധനം കൊടുക്കല്ലോ, മോശനോ അങ്ങനെ എന്തോ ഒരു കാര്യം. മോശനല്ല, ലൂസ് മോശനാണ്. പൊന്നാരമ്മ, അതിന് മോശം എന്നല്ല പറയാ, മോട്ടിവേഷൻ എന്നാണ്. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതുപോലെ ശ്വാസം കിട്ടണില്ല. നിങ്ങൾ പോയിട്ട് ഒരു ആംബുലൻസ് വിളിക്ക്. എനിക്ക് തീരെ വയ്യേ, ഞാനിപ്പോ വിഗേ. നോക്കിക്ക, അതൊക്കെ കുറച്ച് വെള്ളം കൊണ്ടടി. ഇങ്ങോടാരാ വേണ്ടാത്ത പണിക്ക് നിൽക്കാൻ പറഞ്ഞത്? പറ്റണ പണി ചെയ്താ പോരെ. ഇങ്ങളും നിങ്ങളൊരു സീലിംഗ് ബൂട്ടിയും